ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ 2023 ട്രിപ്പ് ആദ്യം തന്നെ നെഗറ്റീവാണ്. കാരണം ട്രെയിനിന് ടിക്കറ്റ് ബുക്ക് ചെയ്തു, അത് 2 റിസർവേഷൻ നടന്നു, അതുകൊണ്ട് ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ പോകാൻ പറ്റാതെ നിൽക്കുകയാണ്. അവസാനം ഫൈനലി ഒരു ഡിസിഷനിലെത്തി. പറയണമെന്ന് എന്താ ഡിസിഷൻ എന്ന് പറയാ? ഡിസിഷൻ ഇപ്പൊ നമ്മള് ഒരു കൂട്ടുകാരൻ അവൻ ഉറക്കത്തിൽ വിട്ട് അവന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതല്ല എങ്ങനെ പോണേന്നുള്ളത് ഫൈനലി ഇപ്പൊ നമ്മളിതാ ഓക്കെ. അപ്പോ നിമിഷ നേരം കൊണ്ട് തന്നെ ഒരു റോഡാണ് ഞങ്ങളിപ്പോ തീരുമാനിച്ചിരിക്കുന്നത്. 17 മണിക്കൂറാണ്. അല്ല അങ്ങോട്ടോ എടാ വണ്ടി വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളെ റോഡ് മാർഗം പോകാൻ തീരുമാനിച്ചു. ട്രെയിനിലായിരുന്നു പോകാൻ വിചാരിച്ചേ, പക്ഷെ നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ കൃത്യസമയത്ത് നമുക്ക് വണ്ടി കിട്ടി, ഒരു എർട്ടിക. അതേ വണ്ടി ഇതാ, ഈ വണ്ടിയാണ് ശരിക്കും ഞങ്ങൾ സാധാരണ ടൂർ എൻ്റെ പൊക്കം കാണാനില്ലല്ലേ. സാധാരണ ടൂർ പോണ വണ്ടി ഇതാണ്. പക്ഷേ ഇതിപ്പോൾ പോയി എടുത്തുകൊണ്ടെന്നാണ് കേട്ടോ. കാരണം ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് നമുക്ക് 7 ആൾക്ക് പോകണമെങ്കിൽ ഈ വണ്ടി തന്നെ വേണം. കണ്ട, അപ്പോൾ കാറിലാണ് പോണേ. അപ്പോൾ ഞാൻ വീട്ടിൽ വരെ വിളിച്ച് പറഞ്ഞിട്ടില്ല, ഇനി വേണം വിളിച്ച് പറയാനായിട്ട്. ഓക്കെ, നമുക്ക് ബാക്കിയുള്ളതൊക്കെ റണ്ണിങ്ങിന് കാണാം. പോവല്ലെന്നാ ഏശ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. ടാറ്റ, ബാ. പോയിട്ട് വരാമെന്ന് പറഞ്ഞല്ലോ ഏശ. അപ്പോൾ നമ്മൾ ഏത് ടൂർ പോവുകയാണെങ്കിലും ഇവിടെ അഗമല, ശ്രീധർമ്മ ശാസ്ത്ര, നമ്മുടെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ ഇവിടെ നാളികേരം ഉടച്ചതിന് ശേഷമാണ് പോവാറുള്ളൂ. ഞാൻ ബാക്കിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല കേട്ടാ. ഒരു ഉടയ്ക്കാനായിട്ട് പോകേണ്ടത്, കൂടെ ട്രെയിനൊക്കെ പോകുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. കാരണം നൈസാണ്, വ്യൂ ഒക്കെ അടിപൊളിയാണ്. ഇത് റോഡാണ്, ട്രെയിനൊക്കെ പോകുന്നുണ്ടോ? നല്ല നൈസ് വ്യൂ അല്ലേ, അടിപൊളി. ഇതാണ് നമ്മുടെ അമ്പലം. നമ്മുടെ വടക്കാഞ്ചേരിയിൽ നിന്നൊക്കെ ചേലക്കര, തിരുവല്ലാമല, ഷൊർണൂരൊക്കെ പോകുന്ന വഴിയിൽ ലെഫ്റ്റ് സൈഡിലാണ് അമ്പലം വരുന്നത്. 2 സൈഡ് കാട്, നടുക്കൂടെ വെള്ള വരട്ട കിട്ടിയൻ റോഡ്. അടിപൊളിയാണ്. അമ്പലത്തിൻ്റെ പേര് അഗമല ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രം എന്നാണ്. സൂപ്പറാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും ഇവിടെ വന്നിട്ട് എന്താ പറയുക, യാത്ര ചെയ്യുമ്പോൾ ഒരു നാളികേരൊക്കെ ഉടച്ചിട്ടാണ് പോകാറ്. കാരണം നമുക്ക് യാത്രയിൽ ഒരു തടസ്സങ്ങളും കാര്യങ്ങളൊന്നും വരരുതെന്ന് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ എല്ലാ മതക്കാരും ഉണ്ട്, നമ്മളങ്ങനെയൊന്നുമല്ല ഫ്രണ്ട്സ് അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ അവരാണ് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കാറ് ഇവിടെ വന്നിട്ട് നാളികേരൊടക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ മനു ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള അടിപൊളി ഷർട്ടും ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള അടിപൊളി ഷോർട്ട്സും ഇട്ടുകൊണ്ട് ഒരു കിടിലം വാച്ചൊക്കെ കെട്ടിയിട്ട് ചെക്കൻ തേങ്ങയൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. നാളികേരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില തേങ്ങ, ചില നാളികേരം ഒക്കെ ചെരുപ്പൊക്കെ ഇട്ട് പവറാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പോക്ക് ലാലേട്ടൻ പോകുന്ന പോലെ തോളൊക്കെ ചെരിച്ചിട്ട് പോകുന്നത് വേറെ ഒന്നുമില്ല, നാളികേരം ഉടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നാളികേരം എറിയാൻ പോവാണ്. ഓക്കെ ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ മനു നാളികേരം ഒന്ന് കഴുകുകയാണ്. അപ്പോൾ വേറെ വർത്താനൊന്നുമില്ല അതിൽ, കാരണം അത് അമ്പലവാസിയാണ്. അപ്പോൾ നാളികേരമൊക്കെ ഒന്ന് കഴുകി അടിപൊളിയായിട്ട് നാളികേരമൊക്കെ ഉടച്ച് നമുക്ക് വഴിയൊക്കെ നോക്കിയെങ്കിൽ കിട്ടില്ല വഴിയല്ലേ. ഇതേ നാളികേരം ഉടയ്ക്കാൻ പോവാണ് കേട്ടോ. നാളികേരം ഉടച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉടച്ചു അമേശ്വരണം അയ്യപ്പം. അപ്പോൾ അങ്ങനെ ഉടച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ പോണ വണ്ടി. ഷിയാസ് ബോർഡ് ഉണ്ട്. ഒരു കിട്ടിലൻ ലോറി വരുന്ന നോക്കി നിങ്ങൾ. നമ്മുടെ ലാലേട്ടൻ നമ്മുടെ എന്താ പറയുക, ഈ ആടുതോമ വരുന്ന പോലെ നല്ല വൈബല്ലേ ഈ വഴി. ഇടയ്ക്കൊക്കെ ഈ വഴിക്ക് ഇപ്പോൾ ഒന്നും പാട്ടല്ലായിരുന്നു, അടിപൊളിയാണ്. നമ്മുടെ വണ്ടി തീർത്തിക്കുക, ഇതിലാണ് നമ്മൾ പോകണം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്. ഇതവിടെ ഫ്രണ്ട് സീറ്റ് പിടിക്കാനായിട്ട് എപ്പോഴും ഇരിക്കുന്നത് നമ്മുടെ മുത്തുമണി. ഇവന്മാർ ട്രിപ്പ് അവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഷിയാസ് ബ്രോ ഉണ്ട്. നോക്കാം നമുക്ക്. മനുവിടെ ഒരു എള്ളുതിരിയും കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ നിർത്തിയേക്കുന്ന സ്ഥലം കൊള്ളാട, നീ അടിപൊളിയായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പുട്ടുകട ഉണ്ട്. പുട്ടുകട കാണിച്ചു തരാം അവിടെ. അപ്പോൾ ഒന്ന് പോയോ കേട്ടെ, എന്തൊക്കെയാണ് അവിടെ കഴിക്കാനുള്ളത് നമുക്ക് അറിയണ്ടേ. ഇത് എവിടെയാണ് സ്ഥലം മനു? എവിടെയൊന്നും അറിയില്ല, വഴി തെറ്റി. ഇനി ഏകദേശം ഒരു 650 കിലോമീറ്റർ കൂടി പോയാൽ മതിയാവും അല്ലേ? ഒരു 650 കിലോമീറ്റർ കൂടി മതിയാവും. ഓക്കെ, അപ്പോൾ ആ കടയിൽ എത്തിയിട്ട് ബാക്കി പറയാം. അതാണ് ഇതപ്പോൾ അതെ നാടൻ ഭക്ഷണശാല കേട്ടോ. സ്ഥലം ആമയൂര്. മനു മൂത്രം വയ്ക്കാൻ പോകുന്നുണ്ട് അവിടെ ചള്ളയിൽ. ഇവിടെ നാടൻ പുട്ട് കണ്ടിട്ട് നമ്മൾ കയറിയിട്ടാ. കണ്ട പുട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ചായ ഉണ്ടാക്കുന്ന സ്ഥലം ഇവിടെ ഉണ്ട്. ക്യാമറ ക്ലിയർ ഇല്ലാണ്ടല്ല, അതാ ചില്ലും ആവി പിടിച്ചേക്കണതാ. അമ്മല ആദ്യം തന്നെ ഒരു പുട്ടുമിക്ക് നോക്കിയിട്ടുണ്ട്. മുറുക്കാണ് ആള് കണ്ടേക്കണത്, മുറുക്ക്. അപ്പോൾ ഫുഡ് അടിച്ചിട്ട് നമുക്ക് ബാക്കി പറയാട്ടാ. അപ്പോൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഗോവയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര ആൾക്കാരുണ്ട്. വടക്കാഞ്ചേരി തൃശ്ശൂർ ഭാഗത്തുനിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം 690 കിലോമീറ്ററിന് അങ്ങോട്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മാറാം. അപ്പോൾ അത്രയും കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 30 കിലോമീറ്റർ ആയിട്ടുള്ളൂ.
ഫുഡ് അടിക്കാൻ കയറിയതാണ്. ചായ പുട്ടായിരുന്നു. പുട്ട് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. പറയാൻ ബാക്കിയുള്ള കാര്യങ്ങൾ റണ്ണിങ്ങിൽ. ഓക്കെ, അവിടെ എത്തുമ്പോൾ ഏകദേശം രാത്രിയാവുമെന്ന് വിചാരിക്കുന്നു. റൂമൊന്നും സെറ്റ് ആയിട്ടില്ല. ഫുൾ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിതിൽ കാണിക്കും. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ. ബൈ. ഓക്കെ, അപ്പോൾ നമ്മൾ പോണ വണ്ടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരുതിയുടെ ഇർട്ടിക അല്ലേ ഇതിൻ്റെ പേര്. ഓക്കെ, 7 സീറ്റ് വണ്ടിയാണ് കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഒപ്പിച്ച വണ്ടിയാണ്. ഇത് CNG ആണ്. ഇതിൽ 10-25 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇതിൽ പോകാമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. നമ്മൾ എത്തിയിട്ട് പറയാം എത്ര ചിലവായി എന്നൊക്കെ ഉള്ളത് കേട്ടോ. എന്താ വണ്ടികളും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇനിയും ദൂരങ്ങൾ സഞ്ചരിക്കാനുണ്ട്. ബാക്കി വെറും കാലങ്ങളിൽ കാണും. ശ്രദ്ധിക്കുമ്പോഴേക്കും വണക്കം. അപ്പോൾ നമ്മളിത് കോഴിക്കോട് ഹൈലൈറ്റ് മാള് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട് എത്തിയിട്ടാ. സമയം 10 മണിയാവാറായി. ഇനി നമുക്ക് പോകാനുള്ളത് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങനെ കാസർഗോഡൊക്കെ താണ്ടി നമ്മളങ്ങനെ ഗോവയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈലൈറ്റ് മാൾ അറിയാമല്ലോ. ഈ ഭാഗത്ത് ആരെങ്കിലുമൊക്കെ വീടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടാ. അപ്പോൾ ശരി, ഒന്ന് അടുത്ത സ്ഥലത്ത് പോകണം. ഇപ്പോൾ മാഹിയിലെത്തിയിട്ടുണ്ട്. കോപ്പിറേറ്റ് പാട്ട് നിർത്തിയേ. മാഹിയിൽ നമ്മുടെ നാട്ടിൽ എന്താ പറയുക, കാണിച്ചു തരാം. ഞാനിപ്പോൾ കാണിക്കാന്ന് വിചാരിച്ചാൽ ഒന്നും കാണുന്നില്ല. നമ്മളിപ്പോൾ മാഹിയിലാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ എന്താ പറയുക, പെയിന്റ് കടയില്ലേ, അതുപോലെയാണ് ഇവിടെ മദ്യക്കട. കണ്ട നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. എല്ലാതും മദ്യ ഷോപ്പാണ്. ഇത് അവിടെ കടലും പുഴയും കായലും തമ്മിൽ. അതിപ്പോൾ ഇത്ര കാണാനൊന്നുമില്ല. നമ്മൾ കൊച്ചിയിൽ നിന്ന് വന്ന ആൾക്കാരാ. അപ്പോൾ ശരി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ തലശ്ശേരി എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗോവ ട്രിപ്പിൽ എല്ലാവരും ഇവിടെ ഉണ്ട്. യൂനസ്, മനു, അമല്, ഷിയാസ് അതിൻ്റെ അപ്പുറത്തുണ്ട്. അസലു, ഷിയാസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് തലശ്ശേരിയിൽ ഇങ്ങനെ കുറേ ഹോട്ടലൊക്കെ തപ്പി നടന്ന് അവസാനം ഏതാ ഹോട്ടലിടാ അറിയില്ല. പാരീസ് അല്ല, അത് വെച്ച് കാച്ചിക്കോ പാരീസ് അല്ല. സത്യം പറഞ്ഞ ഇവിടെ ഹോട്ടൽസ് വളരെ കുറവാണ് കേട്ടോ. തലശ്ശേരി ഭയങ്കര ഇടുക്കാണ്. ആ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. ഭയങ്കര ചെറിയ റോഡുകൾ, നമ്മുടെ നാട്ടുമ്പുറത്തുള്ള റോഡുകൾ പോലത്തെ റോഡാണ് ഇവിടെ. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ ഭയങ്കര സ്ഥലം കുറവാണ്. തലശ്ശേരി വന്ന് ബിരിയാണി കഴിക്കാച്ചിട്ടാണ് വന്നത്. ഇപ്പോൾ ഇവിടെ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. റേറ്റ് കൂടുതലാണ്. 170 രൂപയാണ് ബിരിയാണിക്ക് പറഞ്ഞേക്കണേ. ഫിഷ് ബിരിയാണി 250. അപ്പോൾ നോക്കി പോട്ടെ, കഴിച്ചിട്ട് ബാക്കി പറയാം. ഇപ്പോൾ ഫുഡ് വരും. ഞങ്ങൾ ഓൻ്റെ വേണി എത്ര കിലോമീറ്റർ ഉണ്ടാ? കണ്ണൂർ കിടക്കണം അല്ലേ? അല്ലേ, കണ്ണൂർ കടന്നിട്ടില്ലേ? കണ്ണൂർ കിടക്കണം, കാസർഗോഡ് കിടക്കണം, എന്നാലാണ് ഇനി ശരി. അപ്പോൾ ഫുഡ് വന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചാൽ എങ്ങനെയുണ്ട് ഫുഡ് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഫുഡ് വന്നു കേട്ടോ. ഇതാണ് ഫുഡ്. എല്ലാവരും ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. 175. ഞാനിവിടെ 175 രൂപയാണ് ഒരു ബിരിയാണിയുടെ വില. നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ട് ഇല്ലടാ. ടേസ്റ്റ് ഉണ്ട്. അവര് പറയുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സത്യമായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. ഫുഡ് ടേസ്റ്റ് ഉണ്ട്. തലശ്ശേരി ബിരിയാണി കൊണ്ടാണ്. അപ്പോൾ അടുത്ത് നമ്മളിനി ഗോവയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ അങ്ങനെയൊന്നും അറിയില്ല. അടുത്ത് എവിടെ നിൽക്കണം അവിടെ പറയാം. ഞാൻ കഴിക്കട്ടെ, വിശന്നിട്ട് ചെയ്യാം. കണ്ടോ എല്ലാരും നല്ല പടപടക്കാണ്. ഞാൻ സ്പ്രൈറ്റ് എനിക്ക് കിട്ടില്ല. അല്ലെങ്കിൽ പനന്നോങ്ക് ഫ്രീ ഉണ്ടെന്നാണ് പറയണേ. ഐസാണല്ലോ മൈര പറ്റിച്ചതാണ്. പനന്നോങ്കല്ല, അവന്റെ അണ്ടിയാണത്. ശരി, എന്നാ നമ്മളിപ്പോഴും കേരള വിട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങളിപ്പോ കാസർഗോഡാണ്. ഗോവ എത്തില്ല എന്നാണ് പറയണത് കേട്ടോ. ഇനി ഇവിടുന്ന് 424 കിലോമീറ്റർ. കാലത്ത് 6 മണിക്ക് ഇറങ്ങിയതാണ് കേട്ടോ വീട്ടിൽ നിന്ന് തൃശ്ശൂരിന്ന്. ഇവിടെ നമ്മളൊരു ചായക്കട ചെറുത് കണ്ടിട്ടുണ്ട്, ചെറിയൊരു പെട്ടിക്കട. അപ്പൊ അവിടെ നിന്ന് ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞു. അപ്പൊ അത് ഇവിടെ എന്താ പറയണ്ടേ, എപ്പോഴും അപ്പൊ റൂം എടുക്കണ പൈസ നമുക്ക് ലാഭമാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ നിർത്താൻ കാരണം പ്രത്യേകിച്ച് ഇവിടെ വേണ്ട, വുമൻസ് ഹോസ്റ്റലാണ്. അപ്പൊ അവിടെ ഷിയാസിന്റെ ആണ് ആ ഐഡിയ കേട്ടാ. പാത്തു ശ്രദ്ധിക്കണം. റിയാസ് എന്താ പറയാ, നിനക്കെന്തെങ്കിലും പറയാണ്ട? പോക്കറ്റിലെന്താ? ഓ കട്ടി വീശൊക്കെ. ശരി എന്നാ ഓക്കെ. അപ്പോൾ ബാക്കി 424 കിലോമീറ്റർ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ നേരത്തെ കണ്ട ചായക്കടയ്ക്ക് ചായ കുടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം 4 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ കട കണ്ട് കയറിയതാണ്. വലിയ കടകളിലൊന്നും കയറണ്ടെന്നുള്ളൊരു മൈൻഡിലാണ് ചെറിയ കടയിൽ കയറി. ഇവിടെ പഴംപൊരിയും ഇതൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെ ഉള്ളത് എന്നുള്ളത് കേട്ടോ. നോക്കട്ടെ, എല്ലാവരും കൂടി കയറുന്നുണ്ട്. എൻ്റെ ചായ ഇവിടെ
അവിടെ പഴംപൊരിക്ക് അടി. താങ്ക് യു. നമ്മൾ പോണ വഴിയിലുള്ള ഏതോ ഒരു കടലാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോഴും കേരളം വിട്ടിട്ടില്ല. ഇനിയും 424 കിലോമീറ്റർ താണ്ടാനായിട്ടുണ്ട്. അപ്പം ശരി, ഞങ്ങൾ പോവാണ്, ഇറങ്ങണില്ല കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കടലിൽ കാണാനായിട്ട്. ഇവിടെ സ്കൂളൊക്കെ വിട്ട് അവിടെ പിള്ളേരൊക്കെ നിൽക്കുന്നുണ്ട്. കണ്ടോ, എന്നെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഓടി വരും എൻ്റെ അടുത്ത് ഓട്ടോഗ്രാഫ് വാങ്ങും. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. ഗോവ എത്തട്ടെ. ഗോവ ഇപ്പോഴും ഉടുപ്പി അല്ലടാ, ഉടുപ്പി എത്തിയിട്ടുള്ളൂ കേട്ടോ. ഇനി ഇവിടെ നിന്ന് 310 കിലോമീറ്റർ ഇനിയും പോകണം. ഇപ്പോൾ ഒരു പെട്രോൾ പമ്പിലാണ്. അവിടെ വണ്ടിയിൽ CNG അടിക്കാൻ വേണ്ടി നിർത്തിയേക്കുക. ഞങ്ങൾ രണ്ടാളും ഇവിടെ ഇരിക്കുക. അവരൊക്കെ ബാത്റൂമിൽ പോയേക്കുക. കാലത്ത് 6 മണിക്ക് കാറിൽ കയറിയതാണ് കേട്ടോ. ഇപ്പോൾ വൈകിട്ട് സമയം എന്താടാ? 7:40. 7:40 ഇനി 300 കിലോമീറ്റർ കൂടി പോകണം. സോ ടയേർഡ്. ഉറക്കം വന്നിട്ട് ഇന്നലെ ഉറങ്ങിയിട്ടും കൂടി ഇല്ല. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണണം. ഗോവൻ വിശേഷങ്ങളുമായി വീണ്ടും വരും. എത്തട്ടെ അവിടെ ആദ്യത്താ. അപ്പോൾ ഫുഡ് വന്നു. ഞങ്ങളിപ്പോഴും ഇനി 250 കിലോമീറ്റർ കൂടി പോകണം കേട്ടോ. സമയം ഏകദേശം 8 മണി 9 മണി പറയാം. അപ്പോൾ ഇതെന്താ ബട്ടർ നാനാ, എന്തോ ചിക്കൻ കറി അങ്ങനെയൊക്കെയാണ്. അവന്മാരൊക്കെ നല്ല അടി അടിക്കുന്നുണ്ട്. വയ്യ എനിക്ക് വ്ളോഗ് ചെയ്യാനൊന്നും. ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി ചെയ്യാം. അവിടെ തീരെ വയ്യ. ഇതാണ് ഫുഡ് കേട്ടോ. അതിനെന്താ വില? നല്ല പൈസ ഉണ്ട്. കർണാടകയിലാണ്. ഇപ്പം ഇനി നമുക്ക് 277 കിലോമീറ്റർ കൂടി പോകണം. ഇവിടെ ഗൂഗിൾ മാപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്യൂവൽ ടാങ്കൊക്കെ നിങ്ങൾക്ക് കാണാം. ഇത് റോഡ് 277. നമ്മുടെ കണക്ക് പ്രകാരം ഇപ്പോഴത്തെ ടൈം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2:30-ക്കാണ് നമ്മൾ ഗോവയിൽ എത്താനുള്ള സാധ്യത. റൂമും കാര്യങ്ങളൊന്നും സെറ്റായിട്ടില്ല. അവിടെ പോയിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. മറ്റേ ഡ്രൈവർ മനു, ബാക്കിൽ നമ്മുടെ പിള്ളേരെല്ലാവരും ഉണ്ട്. 2 കണ്ണ് മാത്രമേ കാണാനല്ലോ. ഒരു ബസ്സല്ല പോയത്. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാട്ടാ. ബോറിങ് ആയില്ലേ നിങ്ങൾക്ക്? ഗോവ കാണിക്കാം. ഇപ്പം എല്ലാവരും കാണുന്നവരാണ് ടട്ടകള്. ഓക്കെ ഗൈസ്, അപ്പോൾ 2ാമത്തെ ദിവസമായിട്ടുണ്ട്. ഇതുവരെ ഗോവയിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇനി ഇവിടുന്ന് 194 കിലോമീറ്റർ. വണ്ടി ഓടിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ വണ്ടി സ്റ്റേ ചെയ്ത് ഇവിടെ റൂം എടുത്ത്. റൂമിന് എത്ര രൂപയായി എനിക്കറിയില്ല. 2700 രൂപ കേട്ടോ 2 റൂമിനും കൂടിയിട്ട്. അങ്ങനെയാണ് സെറ്റ് ചെയ്തത്. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ. ഇനി വണ്ടി അവിടെ കാണാൻ മാട്ടേണ്ടത്. അവിടെ ഒരു പുഴയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തോന്നുന്നില്ല. അപ്പോൾ ഇനി ഗോവയ്ക്ക് എത്തണുള്ളൂ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് അവിടെ വെച്ചിട്ട് കാണിക്കാം. നാളെ തന്നെ തിരിച്ചു വരണം. അതാണ് വിറ്റ്. അതാണ് ഇവിടുത്തെ കോമഡി. ദിസ് ഈസ് ആഫ്രിക്കൻ. ഓക്കെ ശരി. അപ്പോൾ ഗോവ അപ്പോൾ നമ്മളിവിടെ നിന്ന് തന്നെ എന്നിപ്പോൾ വണ്ടി ഇടിച്ചത് ഗൈസ്. നമ്മൾ റോട്ടിൽ നടക്കുമ്പോഴാണ് വ്ളോഗ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഫുഡ് കഴിച്ച് പോകാൻ തീരുമാനിച്ചേട്ടാ. ഇവിടെ ഒരു കട ഉണ്ട്. ഇതിൻ്റെ മുകളിലാണ്. 50 രൂപയാണ് മസാല ദോശ വരുന്നത്. പിന്നെ കറക്റ്റായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തു നിന്നൊക്കെ ഗോവയ്ക്ക് വരുന്ന ആൾക്കാരെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. നിങ്ങൾ മാക്സിമം വീട്ടിൽ നിന്ന് ഒരു വൈകിട്ട് 8 മണി അല്ലെങ്കിൽ വൈകിട്ട് ഇറങ്ങുക. കാരണം ആ കണ്ണൂർ ഭാഗമൊക്കെ കടക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ചെറിയ സ്ഥലങ്ങളാണ്. റോഡൊക്കെ ഭയങ്കരമായിട്ട് സമയം പോയത് അവിടെയാണ്. അപ്പോൾ അതൊക്കെ രാത്രിയിൽ പാസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നല്ല പെട്ടെന്ന് ഇവിടെ എത്താൻ പറ്റുള്ളൂ. ഇന്നലെ ഞങ്ങൾ കാലത്ത് 6 മണിക്ക് വന്നിട്ട് ഇതുവരെ ഗോവയിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പോൾ ഫുഡ് കഴിക്കാതെ കയറിക്കൊണ്ടിരിക്കുകയാണ്. മസാല ദോശയാണ് നമ്മുടെ പ്ലാന്. 50 രൂപയാണ് ബഡ്ജറ്റ്. അപ്പോൾ നമ്മുടെ പെപ്സിയുടെ കമ്പനിക്കാരൻ ഇതൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. നോക്കാം. ഇത് പറഞ്ഞ ഭയങ്കര വ്യൂ കേട്ടോ. മെനു കാർഡൊക്കെ നോക്കുന്നുണ്ട്. ഇന്നലെ ഇതുപോലെ മെനു കാർഡൊക്കെ നോക്കി 1.5 മണിക്കൂർ വായിച്ച് ലാസ്റ്റ് 2 ബിരിയാണി ഓർഡർ ചെയ്തു. റോളക്സിൻ്റെ ട്യൂൺ ഇട്ടുണ്ട്. കോപ്പിറൈറ്റ് വരാണ്ടിരിക്കും. ഞാൻ ഓഫ് ചെയ്യാണ് കേട്ടോ. പ്ലീസ്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കാം. മസാല ദോശ ഓർഡർ ചെയ്തില്ല കേട്ടോ. കാരണം എന്താ? ഇത്തിരി ഉറക്കം വയ്യത്. ഇഡലി മതിയെന്ന്. അപ്പോൾ ഇഡലി മതി. കാരണം ഈ മസാല ദോശ അഭിപ്രായം പറയും. അപ്പോൾ ഞങ്ങൾ ഏകദേശം 190 ഇപ്പറാണ്. 190 കിലോമീറ്റർ. അപ്പോൾ പ്രത്യേകം പറയാനുള്ളത്, നോക്കി വരുമ്പോൾ കാലത്ത് ഒരിക്കലും ഇറങ്ങരുത്. വൈകിട്ട് കണ്ണൂർ പാസ് ചെയ്യണം.
കണ്ണൂരാണ് നമ്മുടെ സമയം കാണുന്നത്. ചെറിയ വഴികൾ, നല്ല ബ്ലോക്കും അങ്ങനെ. കേരളത്തിലെ റോഡുകൾ മാത്രം പ്രശ്നമുണ്ട്. കേരളത്തിലെ റോഡുകൾ മാത്രം പ്രശ്നമില്ല. അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ടോളുണ്ട്, പക്ഷെ കിട്ടിയിലെ റോഡുകളാണ്. ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി പറയാം. എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട നോക്കാനെ. ശരി, ഇത് കഴിച്ചിട്ട് പറയാട്ടാ. ചായ വന്നു കേട്ടോ. ചായ ഇത് എന്ത് പ്ലേറ്റ്? പിച്ചളയാണോ? പിച്ചളയാണ് കേട്ടോ. ഗ്ലാസ് മൊത്തം കണ്ടോ, പക്ക പിച്ചള അല്ലേ? നൈസ്. ഇടലേട്ടാ, പിച്ചളയാണ്, പിച്ചള കണ്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാം, അത് കഴിച്ചു നോക്കിയിട്ട് പറയാം. ഇനി വന്നു കേട്ടോ. ഇവൻസ് ഒന്ന് കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കി പറഞ്ഞതാ. നീ അല്ലേ പറഞ്ഞ് വട ആദ്യം കഴിച്ചോ. വട ഒരു ബ്രൗൺ കളറാണ് കേട്ടോ. സാധാരണ നമ്മളവിടെ ഇങ്ങനെയല്ല. സത്യം പറഞ്ഞാൽ മതി കേട്ടോ. നാട്ടിലത്തെ അവിടെ തമ്മിൽ. ഇനി ഇഡലി ഒന്ന് നോക്കിയേ. ഇഡലി നോക്കി. ഇഡലി അവിടുത്തെ മസാലയുടെ ആവണം. ഇഡലി നോക്കി. എങ്ങനെയുണ്ട്? സാമ്പാറിന് എന്താ പറഞ്ഞത്? എരിവില്ല എന്നാ പറയണേ. ഓക്കെ, വേറെ പ്രശ്നമൊന്നുമില്ല. റിയാസ്, ഓ എൻ്റെ മോനെ, ഫോർക്കൊക്കെ വെച്ചിട്ട് എന്തൊക്കെയാ വേണവേ. ഒരു ഫുഡ് കഴിക്കുന്നുണ്ട്, അതിൻ്റെ അഭിപ്രായം നമുക്കൊന്ന് അറിഞ്ഞോക്കാം. എങ്ങനെയുണ്ട് മനു അഭിപ്രായം? ബാഡാണെന്ന് പറയുന്നത്. 2 ഇഡലി വാങ്ങി 2 ഇഡലി കിട്ടിയിട്ടുള്ളൂ. അത് ഇനി വാങ്ങിയ പോലെ. ഫസ്റ്റ് ട്രിപ്പ് 3 ഇഡലി. നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ലാട്ടോ ഇവിടെ. 2 ഇഡലി കിട്ടുന്നുള്ളൂ. ഇവിടെ പിന്നെ ചോദിച്ച് വാങ്ങി തിന്നണോണ്ട് കുഴപ്പമില്ല. 3 ഇഡലിയും കഴിഞ്ഞ് പൂരിയും വാങ്ങി. ഇനി ആ പ്ലേറ്റിൽ നിന്നാലോ വെച്ചിട്ടിരിക്കുന്നു. ജോസേട്ടനെ വിളിച്ച് ഒരു നേരത്തെ ആഹാരം തരണമെന്ന് വിചാരിച്ചപ്പോൾ ഇത്രയും പ്രതീക്ഷയില്ല ഞങ്ങള്. മടക്കി തിന്നെയാണ്. പൂരി എല്ലാ നാട്ടിലും ടേസ്റ്റ് ഉണ്ടാവും, എണ്ണയിൽ വറക്കണല്ലേ. ഓക്കെ, അപ്പോൾ ഷിയാസ് എങ്ങനെയാണ്? ഷിയാസിൻ്റെ കുഴപ്പമില്ല എന്നാണ് പറയണത്. അപ്പോൾ ഷിയാസ് പറയൂ. ഗൈസ്, ഇപ്പോഴും നമ്മൾ ഗോവയിൽ എത്തിയിട്ടില്ല കേട്ടോ. അസലിന് 2 ഇവിടെ മലകളും കാടുകളും പുഴകളും കിട്ടില്ല വഴിയിട്ട് ഒരു രക്ഷയില്ല. പോള. അപ്പൊ ഇതേ ഇവിടെ നിർത്തിന്ന്. ഇവിടെ ഒരു പാലം കണ്ട കൊള്ളാട്ടാ, അടിപൊളി ഫ്രെയിമാണ്. പൂവൊക്കെ വെച്ച് എന്താണ് അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാം. അപ്പൊ ഇവിടുന്ന് ഇനി ഞങ്ങക്ക് ഏകദേശം 120 കിലോമീറ്റർ ഉണ്ട് തോന്നുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് കാല് നിവർത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഫൈനലി ഗോവ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നു. We want to see that place. This phone is out of my. കാണാനില്ല, അകലേന്ന് കാണാൻ. അയ്യത് ആകാശാർന്നു, കടലല്ല. അല്ല, എന്തോ കണ്ടല്ലേ നമ്മളവിടുന്ന്, എന്തോ കണ്ടായിരുന്നു ഗൈസ്. കുറച്ച് കഴിഞ്ഞിട്ട് കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചാലാ. ഈ വളവ് കഴിഞ്ഞ് കാണോ? ഈ വളവ് കഴിഞ്ഞ് കാണാന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ വളവ് കഴിഞ്ഞാൽ ഇരിക്കാം. വെയിറ്റ് ആൻഡ് സീ. ഇല്ലടാ, ഇല്ല, അതെന്തോ വെറുതെ തോന്നിയതാ ഗൈസ്. ഗോവ മനസ്സിലാലോചിച്ച് തോന്നിയതാണ്. സോറി ഗൈസ്. നമ്മളിപ്പോൾ ഒന്നും കാണാല്ല, ഒരു തുറങ്കത്തിൽ കൂടി പോകുന്നു. തുറങ്കം. അതായത് ഈ ഒരു സംഭവമാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ കടലാണ് കേട്ടോ അറ്റത്ത് കണ്ടുപിടിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഗോവ ചെക്ക് പോസ്റ്റിൽ ആയിട്ടുണ്ട്. ഇത് ഇവിടെ ചെക്ക് പോസ്റ്റ് ആണ്. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം കറക്റ്റായിട്ട്. വണ്ടി നമ്മളിവിടെ നിർത്തിച്ചു അവർ. അപ്പോൾ ഗോവയുടെ ചെക്ക് പോസ്റ്റിൽ ഞങ്ങൾ എത്തി. അവർ ചെക്ക് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞുതരാം. വണ്ടിയുടെ പേപ്പേഴ്സ് എല്ലാം ചോദിക്കുന്നുണ്ട്. പോക ടെസ്റ്റ്, ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ചോദിച്ച്, പിന്നെ ഡ്രൈവർ ലൈസൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മളൊക്കെ അതിൽ പാസ്സാണ്, കാരണം നമ്മളെ സെറ്റ് ആണല്ലോ. അപ്പോൾ ശരി, ഞങ്ങളിതേ പോവാണ്. ഗോവയുടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഇനി 100 കിലോമീറ്റർ മാത്രം, വെറും 100 കിലോമീറ്റർ. അപ്പൊ നമ്മള് ഗോവയ്ക്ക് പോകാൻ ഇനി വെറും 30 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഷിയാസ്, മനു എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ബിയർ അടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. കറക്റ്റ് അതൊന്ന് ഒരു ബിയറൊക്കെ അടിക്കാം ഇവിടെ ഗോവയിലൊന്ന്. ഇതേ കിങ് ഫിഷർ കണ്ട, ഒരു ബിയർ അടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട്, വേറെ ഒന്നുമല്ല. അതിപ്പോൾ അത്ര വലിയ തെറ്റൊന്നുമല്ല അല്ലേ? ഓക്കെ, അപ്പോൾ ഗോവയിലെത്തി. ബീച്ചിലും കാര്യങ്ങളൊന്നും പോയിട്ടില്ല. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
ബിയർ ഇരിക്കുന്നത് ഒരു പ്രശ്നമാണ്. കാരണം അവ കുടിക്കില്ല. അപ്പോൾ ബിയറല്ലേ, വേറെ ഒന്നും അല്ലല്ലോ. ഗൈസ് ഓക്കെ പോയി ഫുഡ് കഴിച്ചിട്ട് കാണാം കേട്ടോ. അതേ ബിരിയാണിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ബിരിയാണി ബിയർ വേറെ ഒന്നല്ല, ഫുഡ് കഴിച്ചിട്ട്. ഗൈസ് ഇവിടെ ഗോവയിൽ ബീച്ചിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2 കിലോമീറ്റർ ഉണ്ട്. വാഗാ ബീച്ചിലടാ, വാഗാ ബീച്ചിലാണ് പോകാനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് റൂമിൽ നിന്ന് കുറച്ച് 2 കിലോമീറ്റർ ദൂരം ഉണ്ട്. ഒന്നല്ലെങ്കിൽ നമ്മുടെ കാർ എടുക്കുക, അല്ലെങ്കിൽ അവിടെ റെൻറ്റിന് ബൈക്ക് എടുക്കുക. ഇപ്പം നമ്മുടെ അടുത്ത് പറഞ്ഞ 350 രൂപയാണ് ബൈക്കിൻ്റെ റെൻറ്റ് പറഞ്ഞത് ഒരു ദിവസത്തേക്ക്. കാറാണെങ്കിൽ അതിനും കൂടുതലായിരിക്കും. ഞങ്ങൾ എടുത്തില്ല. നമ്മുടെ കാർ അവിടെ ഉണ്ട്. കാർ എടുക്കാനാണ് നമ്മുടെ വണ്ടി എടുക്കാം. പക്ഷെ നമ്മൾ ചെറുതായിട്ട് ബീറ് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ വെറുതെ ഇവിടെ പോലീസ് ഇതാക്കണ്ടല്ലോ. ചെറിയ മണമുണ്ടെങ്കിൽ അവർ പിടിക്കും, അവർക്ക് പൈസ മതിയില്ല. അപ്പോൾ അതുകൊണ്ട് നടക്കാനുള്ളൊരു തീരുമാനത്തിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 കിലോമീറ്റർ ഉള്ളൂ. ഞാൻ ബീച്ചിൽ വന്നിട്ട് ബാക്കിയുള്ളത് കാണിച്ചു തരാം. ഇതിപ്പോൾ സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോവയത്തെ ഒരു ഫുൾ സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, മദ്യത്തിന് ബിയർ അങ്ങനത്തെ ഉള്ള എല്ലാ പെട്ടിക്കട പോലെ ഫുൾ കടകളിലും ആ സാധനം മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിന് നല്ല വില കുറവ്, നല്ലതെന്ന് പറഞ്ഞാൽ നല്ല വിലക്കുറവ് തന്നെയാണ് സീരിയസ്ലി. പക്ഷേ ഫുഡ്, വെള്ളം 15 രൂപയുടെ ബോട്ടിലൊക്കെ ഇവിടെ 40 രൂപയാണ്. 40, 60 ആ ലെവലിലാണ് വെള്ളം. അപ്പോൾ ബാക്കി എല്ലാത്തിനും ഭയങ്കര റേറ്റാണ്. റൂമ് വലിയ കുഴപ്പമില്ല, 3000 ആ റേഞ്ചിൽ 7 ആൾക്കൊക്കെ നിൽക്കാനായിട്ട് സമ്മതിക്കുന്നുണ്ട്. അത് കൂടുതലാണെന്നാലും വലിയ കുഴപ്പമില്ല. വെള്ളത്തിനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര റേറ്റാണ്. മദ്യം മാത്രമാണ് ഇവിടെ വില കുറവുള്ളൂ. ബീച്ചിൽ പോയിട്ട് ബാക്കിയുള്ളത് നോക്കാം നമുക്ക് എന്തായാലും. ഓക്കെ ശരി, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 2 ആൾ പോകുന്നുണ്ട്. അപ്പോൾ അവരൊന്നും ഹായ് കാണിച്ചു. ശരി എന്നാൽ ഞാൻ ബീച്ച് ചെയ്തിട്ട് വലിയ കൈ കളയ്ക്കാൻ തുടങ്ങി. അതാണ് കേട്ടാ. അപ്പോൾ നമ്മളിത് ഈ സ്ഥലം കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയില്ല. ഗോവയ്ക്ക് വന്ന ആൾക്കാർക്ക് ഇത് ബാഗാ ബീച്ചാണ്. ബട്ട് ഇതിൻ്റെ മെയിൻ എൻട്രി ഇതല്ല. ഓക്കെ, ഇതിൻ്റെ വേറൊരു എൻട്രിയാണ്. ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ നടന്ന് വരാനുള്ള വഴി ഇട്ടപ്പോൾ കിട്ടിയിട്ടുള്ളൊരു ഇടവഴിയാണ്. അപ്പോൾ ഞങ്ങൾ അതുകൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഗോവ ബീച്ച് കാണുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. എന്താ സംഭവം എന്നറിയില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. നമുക്ക് നോക്കി നോക്കാൻ, കണ്ടോക്കാം ഇവിടുത്തെ എന്താ അവസ്ഥ ഇത്. അപ്പോൾ ആദ്യത്തെ കാല് വെക്കാൻ ഇവിടുത്തെ കാലേക്ക്. അയ്യോ ഓക്കെ, കാല് വെച്ച് ഗോവ. ഇതേ അവിടെ തിരക്ക്, അവിടെ നല്ല തിരക്കുണ്ട്. ഇവിടെ തിരക്കൊന്നും നമ്മുടെ തൃശ്ശൂർ പോലെ തന്നെയാണ്. പക്ഷെ ഇവിടെ ഇതേ ഓപ്പണായിട്ട് വെള്ളം അടിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ഓപ്പണായിട്ട് മദ്യപാനം കാര്യങ്ങളൊക്കെ സെറ്റപ്പാണ് ഇവിടെ. ഐ തിങ്ക് ഇവിടെ അതിന് മാത്രമാണ് മെയിനായിട്ട് ഇതുള്ളത് തോന്നുന്നു. നമ്മുടെ സാധാരണ ഒരു ബീച്ച് പോലെ തന്നെയാണ്. പക്ഷേ നല്ല ആൾക്കാർ, നോക്കട്ടെ, മൊത്തം നടന്ന് കണ്ടിട്ട് ഇവിടെ ഫുൾ ആൾക്കാരാണ്. അങ്ങോട്ട് കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ മനസ്സിലാവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ആൾക്കാരുണ്ട്. ഞാൻ വല്ല അടുത്ത് പോയിട്ട് വല്ല എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം. അങ്ങനെ എടുത്തട്ടെ, കട്ട് ചെയ്യണേ. ബീച്ചിൽ റീച്ച് ആയിട്ടുണ്ട്. ഗോവ ബീച്ചിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ കിട്ടിലും ബീച്ചാണ് കേട്ടോ, അതൊന്നും രക്ഷയില്ല. എന്താ എന്തേ ഫോട്ടോ എടുത്തരാം. ഒയ്യോ നനഞ്ചതാ, മൊത്തം നനഞ്ഞേ. അയ്യോ ഗോവ വരവേറ്റതല്ല, ഇത് എതിരേറ്റതാ. ഒരു മിനിറ്റ്, ചെരുപ്പിലുള്ള മണ്ണുകളേട്ടാ, ഒരു മിനിറ്റ്. ഗൈസ്, അപ്പോൾ നമ്മളിത് ബീച്ചിലാണ്. ഗോവ വലിയ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര തോന്നില്ല. ഇവിടെ വെള്ളത്തിലിറങ്ങാനൊന്നും പറ്റില്ല. കണ്ട, വെള്ളത്തിലിറങ്ങാനൊന്നും ഒരു സമ്മതിക്കില്ല. ഒരു ജീപ്പിൽ ആൾക്കാർ വന്നിട്ട് എല്ലാവരും കയറ്റിക്കൊണ്ടിരിക്കുക. പക്ഷെ അവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പക്ഷെ ചെറുതായിട്ട് തിരക്കൊക്കെ ഉണ്ട്. പക്ഷെ വെള്ളത്തിലിറങ്ങാനോ നമ്മളെ കുളിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു അനുവദിക്കുന്നില്ല. സീരിയസ് ആയിട്ട് ഗോവയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ഫാൻ ബോയാണ്. അപ്പോൾ സീരിയസ് ആയിട്ട് ഗോവയ്ക്ക് വരുന്നുണ്ടെങ്കിൽ മറ്റേ ഇത് വെള്ളമടിക്കാൻ മാത്രമായിട്ട് വരേണ്ടി വരും. അല്ലാതെ വേറെ എനിക്ക് എക്സ്ട്രാ ഒന്നും ഫീൽ ചെയ്തില്ല. കേരളത്തിൽ നിന്ന് വരികയാണെങ്കിൽ 700 കിലോമീറ്റർ ഞങ്ങൾക്ക് തൃശ്ശൂരിൽ തന്നെ വന്നു. പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ നാട്ടിൽ കാണാത്തൊന്നും ഇവിടെ കാണാൻ പറ്റില്ല. ആകെയുള്ളത് ആ ഒരു വെള്ളമടിക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമാണ്. അല്ലടാ, എനിക്ക് വേറെ എന്തെങ്കിലും ഫീൽ ചെയ്താൽ അത് പിന്നെ കുറച്ച് എന്താ പറയുക, ചിക്സ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. എന്താ
പെണ്ണുങ്ങളാണ് അത്. നോർമലി ഇപ്പം നമ്മുടെ നാട്ടിൽ തൃശ്ശൂരായാലും എറണാകുളത്തായാലും ഇതിൽ അടിപൊളി പെണ്ണുങ്ങളെ കാണാം. വീട്ടുകൾ വെറുതെ ഷോറൊക്കെയാണ്, അല്ലാതെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. സീരിയസ് ആയിട്ട് പറയാം, എക്സ്പെക്ട് ചെയ്താലും വരണ്ട കേട്ടോ ഗോവയ്ക്ക്. സീരിയസ് അല്ല ട്രിപ്പ് നിങ്ങൾക്ക് എങ്ങനെയാ തോന്നുന്നത്? നമ്മളൊരു ദിവസം കൂടി നിന്ന് ഫുൾ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഓക്കെ. പക്ഷേ ഇതാണ്ടോ ഇപ്പം അവിടെ കണ്ടില്ലേ നിങ്ങൾ, അതുപോലെ വല്ല ഷോ കാണാം, അത്ര അല്ലാതെ വേറെ ഒന്നുമില്ല. വെള്ളം അടിക്കാനാണെങ്കിൽ പോരാ, വേറെ ഒറ്റൊന്നുമില്ല. നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള ബീച്ചിൽ പോവുക ഏറ്റവും അടിപൊളി അല്ലേ? പബ്ബിലൊക്കെ കയറി അടിപൊളിയാക്കാം. അല്ലാതെ അതന്നെ, ക്യാസിനൊക്കെ പോകണമെങ്കിൽ പൈസ വേണം, 2000 രൂപ. ഇതിനത് എന്താ അതിൻ്റെ ആവശ്യം എന്താ? ഇത് മൊത്തം ആൾക്കാരുണ്ടാ. ശരി, നമ്മുടെ പിള്ളേർ വരുന്നുണ്ട് അവിടെ. ഒരാളെ പോലും ബീച്ചിൽ കുളിക്കാനായിട്ട് ഒരു ഇറക്കണില്ല കേട്ടോ, കുളിക്കാനായിട്ട് ഇറക്കണില്ല. എന്താ സംഭവം എന്നറിയില്ല. അവരൊരു ജീപ്പിൽ വന്നിട്ട് എല്ലാവരും തന്നെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് കാണാന്നുള്ളത് തന്നെ. ഒരാളെ പോലും കടലിൽ കുളിക്കാനോ ഇറക്കാനോ അല്ലെങ്കിൽ കളിക്കാനോ ഒന്നിനും ഇറക്കണില്ല. അപ്പോഴത്തേ ഗോവ കടപ്പുറത്തൂടെ ചെരുപ്പ് മൂടി കൈ പിടിച്ചുകൊണ്ട് രണ്ടുപേര് നടക്കുന്ന കാഴ്ച. അപ്പോൾ കടൽ തിരക്ക് കുറച്ച് ശക്തി കൂടുതലാണ്, ഒന്നും പറയാനൊന്നുമില്ല. അപ്പോൾ അതും ഇതൊക്കെ നമ്മൾ കാണും, നമ്മളൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കരുത് കേട്ടല്ലോ. നമ്മുടെ കോൺസെൻട്രേഷൻ, ഡ്യൂട്ടി ഫസ്റ്റ്, ഓക്കെ. അപ്പോൾ നമ്മുടെ കൂടെ വന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കാണ്. അത്ര ദൂരം തിരയാനുണ്ട്, കാണാനില്ല പാട്ടികൾ. ഇതിപ്പോൾ ഞങ്ങളിത് ഇവിടെ ഗോവ ബീച്ചിൻ്റെ തൊട്ടടുത്ത് മറ്റേ ഇതിലാണ് കേട്ടോ. എന്താ പറയുക, ഒരു ബീച്ചിനോട് ചേർന്നിട്ട് തന്നെ ഇഷ്ടം പോലെ എന്താ പറയുക ബാറുകളും കാര്യങ്ങളും ഉണ്ട്. അതായത് ഓപ്പൺ ആയിട്ട് തന്നെ നമുക്ക് ബിയറും കാര്യങ്ങളൊക്കെ അടിക്കാം. പക്ഷെ ഇതിനായിട്ട് വരുന്നത് മാത്രമേ കാര്യമുള്ളൂ. ഓക്കെ, അതാണ് സംഭവം, അല്ലാതെ വേറൊന്നുമില്ല. സിമ്പിളായിട്ട് ഇഷ്ടം പോലെ ഇത് ഞങ്ങൾ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്, പാട്ടൊക്കെ വെച്ച് ഫുള്ള് സെറ്റപ്പാണ്, അടിച്ചുപൊളിയാണ്. ആയില്ലേ സ്റ്റെപ്പിന് ഇതൊക്കെ എന്നെ കണ്ടത്. പാട്ട് ഞാൻ ഇട്ടോളാന്ന്. കണ്ണടക്കി ചോദിക്കറ, കണ്ണടക്കി. അപ്പോൾ നമ്മൾ ടാറ്റു ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ മനു ബ്രോനൊരു ടാറ്റു അടിക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ്റെ വൈഫിൻ്റെ പേര് കയ്യിലെഴുതണമെന്ന് ഒരേ ആഗ്രഹം. അപ്പോൾ എന്തെങ്കിലും അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഡിസൈൻ കാണാല്ലേ, ഡിസൈൻ. വൈഫിൻ്റെ പേരാണ്, പേര് കറക്റ്റ് ദിനാണോ ദീന. ഓക്കെ, അപ്പോൾ അത് ടാറ്റു ചെയ്യാൻ പോവാണ് കേട്ടോ നമ്മുടെ ചെക്കൻ. ഇവിടെ റേറ്റ് 1000 റുപ്പീസാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കി നോക്കാം എന്തായാലും എങ്ങനെയുണ്ട് ഓരോ വർക്ക് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ചെക്കനെ ബെഡിൽ കിടത്തി, ഇനി കിടത്തിയിട്ടുള്ള പരിപാടികളാണ്. ആരും വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബെഡിൽ കിടത്തി പുതിയ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, പുതിയ സൂചിയൊക്കെ ഇട്ടിട്ടുണ്ട്. കുത്തിക്കൊല്ലുള്ള പരിപാടിയാണ്. ഇവരുടെ കടയുടെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഷിയാസ് ഇവിടെ ബെഡിൻ്റെ റെസ്റ്റ്, ഇവിടെ കുറച്ച് മഷീൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇടാൻ പറ്റും. ഓ ഭായ് ക്യാ ഹേ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിത് ടാറ്റു ബാൻഡ് അടിക്കാനുണ്ട്. ഭായ് ഞാൻ പ്രമോഷൻ ചെയ്യട്ടെ, എനിക്ക് റേറ്റ് കമ്മി തരണം. ഓ, ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട് വേന സഹിക്കുന്നുണ്ട്. ഇതിപ്പോൾ നേരെ തിരിച്ചായി. ഇവൻ ഓരോന്ന് കാണിച്ചു കൊടുത്തത് നാളെ നമ്മുടെ വീട്ടിലും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേനയുണ്ടല്ലേ, ഓരോരോ ഇടപാടുകൾ. എന്തായാലും കുറേ സഹിക്കുന്നുണ്ട്. മുഖം മൂന്നുകൊണ്ട് അറിയാം നമുക്ക്. പാപം. ഓക്കെ, അപ്പോൾ നമുക്കൊരു മദ്യ ഷോപ്പ് കാണണം എന്നൊരാഗ്രഹം. അപ്പോൾ ഒരു നല്ല കട നോക്കിയിട്ട് അതിൻ്റെ അകത്ത് കയറി അതിൽ എന്തൊക്കെ ഇരിക്കുന്നതെന്നൊക്കെ നാട്ടിലിപ്പോൾ എന്തായാലും കയറി നോക്കാൻ ഇതുപോലൊന്നും പറ്റില്ല. കാരണം ഇതിലാരും കുടിക്കാത്ത ആൾക്കാരാണ്, മാക്സിമം കൂടുതൽ ആൾക്കാരും കുടിക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ പിള്ളേരൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അടിപൊളി മദ്യ ഷോപ്പിൽ കയറ്റി എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്ത് ഇതാണ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനും എക്സ്പ്ലോർ ചെയ്യാനും പറ്റി. കാരണം വലിയ അവസാനം നമ്മളൊരു ഗോവ കേരള റെസ്റ്റോറൻറ്റ് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ്. ഇവിടെ എങ്ങനെ സെറ്റപ്പ്
ആഹാ, ഇതൊക്കെ എന്താ? പാസ്ത, ഉപ്മാവ്, പൂരി അല്ലേ? നൈസ്, നല്ലൊരു കോംബോ അല്ലേ? എത്ര രൂപ ഇത്? എത്ര രൂപ അവിടെ കിട്ടും? ഉള്ള എന്തായാലും കേരള റെസ്റ്റോറൻറ്റ് നമുക്ക് ഇവിടുത്തെ മസാലയും കാര്യങ്ങളൊന്നും പിടിക്കില്ല കേട്ടോ. അതുകൊണ്ട് കേരള റെസ്റ്റോറൻറ്റ് കിട്ടിയപ്പോൾ എല്ലാവരും മണക്ക് നടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിക്കാം. ഇവിടെ എനിക്ക് തരുമോ? 3 പൂരി, ഇത് മറ്റേ പാസ്ത നല്ലതാണ്. ഉപ്മ, അതിൻ്റെ കറികൾ, കടലക്കറി. ഓക്കെ സാർ. എന്ന് ഉപ്പ പുട്ടെല്ലാം വേണം. മതി, പുട്ട് എല്ലാം ഉണ്ട് കേട്ടോ. അവിടെ ഫുൾ സെറ്റപ്പാണ്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ മസാല പിടിക്കാത്ത ആൾക്കാർ ഇങ്ങനെ കേരള ഹോട്ടലിലേക്ക് പോകുന്നോട്ടോ. അടിപൊളിയാണ്. ഇതാ നിങ്ങൾ കഴിക്കണ്ട? ഒരു പ്ലേറ്റ് എടുത്തോളാം, 2 കൂടി കഴിക്കാമല്ലോ. അപ്പോൾ നമ്മൾ റിട്ടേൺ വരുന്ന സമയത്ത് ഇതൊരു മലയാളി ഹോട്ടൽ വീണ്ടും കണ്ടു. നല്ല ചോറും കറിയും. ഇതാണ് ഞങ്ങൾ കാത്തിരുന്നുണ്ടാകുന്ന ഫുഡ്. ഇത്ര ദിവസം വന്നിട്ട് അല്ലേ? അടിപൊളി. അപ്പോൾ എല്ലാവരും കഴിക്കാൻ തീരുമാനിക്കുകയാണ്. ഞാനധികം വീഡിയോ എടുത്ത് വെറുപ്പിക്കുന്നില്ല. അസുലിന് എന്തെങ്കിലും പറയണ്ട? എങ്ങനെയുണ്ട്? അടിപൊളി എന്നാണ് പറയണത്. മീൻ വറുത്തത് എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് പറയണേ. കഴിച്ചോക്കാം കേട്ടാ. ഇതാണ് ഹോട്ടൽ. TV ഒക്കെ ഉണ്ട് വേണ്ട. ഗൈസ്, അപ്പോൾ ട്രിപ്പ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഭയങ്കരമായിട്ട് ടയേർഡായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ. ബൈ, ടേക്ക് കെയർ.